Okay, good morning, dear students. Today we are going to discuss a new chapter, that is our second chapter, that is Theory of Consumer Behavior. Okay, Theory of Consumer Behavior. What is consumption? Consumption means the using up of utilities. Okay, consumption means എന്താ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം വി കൺസ്യൂംഡ് ദാറ്റ് വാട്ടർ. ഓക്കെ, കൺസ്യൂം ചെയ്തു എന്ന് വെച്ചാൽ നമ്മളത് യൂസ് ചെയ്തു, അതല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ചു, ആ വെള്ളം നമ്മൾ യൂസ് ചെയ്തു അല്ലേ. അതല്ലെങ്കിൽ നമ്മളൊരു ചെയറിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ കൺസ്യൂമിങ് ദ ചെയർ, നമ്മൾ ആ ചെയർ യൂസ് ചെയ്യണം അല്ലേ. അതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു കമോഡിറ്റി ആണെങ്കിലും നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ യൂസിങ് ദാറ്റ് കമോഡിറ്റി. അതല്ലെങ്കിൽ മാർഷൽ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഡിഫൈൻ ദ കൺസംഷൻ ആസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി. ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി, ഡിസ്ട്രക്ഷനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ കമോഡിറ്റി യൂസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നല്ലേ. ഇപ്പോൾ നമ്മളൊരു മാംഗോ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൺസംഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ആ മാംഗോ നമ്മൾ കഴിക്കുമ്പോൾ ആ മാംഗോനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ പിന്നെ നമ്മൾ പിന്നീട് ആ പഴയ ഫോമിലോട്ട് ആക്കാൻ പറ്റില്ല, കാരണം നമ്മളത് കടിച്ച് കഴിക്കുമ്പോൾ ആ ഒരു കമോഡിറ്റി ഡിസ്ട്രോയ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ കൺസംഷനെ എന്തെന്നറിയപ്പെടുന്നുണ്ട്, ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കൺസംഷൻ. കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനെയാണ് കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് മീൻസ് ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഒരു കൺസ്യൂമർ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യാനായിട്ട് വില്ലിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളത്, അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി ഒരു പർച്ചേസർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ബയ്യർ വന്നിട്ട് ഇത്ര ക്വാണ്ടിറ്റി വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത്രയാണ് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്നർത്ഥം. ഓക്കെ, എത്ര ക്വാണ്ടിറ്റിയാണ് ആ കസ്റ്റമർ പർച്ചേസ് ചെയ്യാനായിട്ട് വില്ലിങ് ആയിട്ടുള്ളത്, ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ആ പ്രൊഡക്റ്റ് എത്ര ക്വാണ്ടിറ്റി അയാൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ ആ ക്വാണ്ടിറ്റീനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഷോപ്പിൽ പോയിട്ട് ഒരു 10 മാംഗോസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മാംഗോയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് 10 ആണെന്ന് അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് മീൻസ് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം പ്രൈസും ക്വാണ്ടിറ്റിയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്, സ്റ്റേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലാണ്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കുറയുന്നു. ഓക്കെ, ഇപ്പോൾ 1 മാംഗോക്ക് ഇപ്പോൾ ഒരു 10 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 2 മാംഗോസ് വാങ്ങിക്കുന്നു. ഓക്കെ, ഇപ്പോൾ 1 മാംഗോക്ക് 20 റുപ്പീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മളൊരൊറ്റ മാംഗോ വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് വെൻ ദ പ്രൈസ് ഈസ് ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഗോസ് ഓൺ ഡിക്രീസിങ്. ഓക്കെ, ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, അതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി മീൻസ് ദ സാറ്റിസ്ഫാക്ഷൻ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, അതിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കസ്റ്റമർ ടു കസ്റ്റമർ യൂട്ടിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ ഓരോ കൺസ്യൂമറിനെയും വെച്ച് നമ്മൾ നോക്കുമ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റീൻ്റെ ആ
ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആ ഒരു പവറിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി ആ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് യാതൊരു യൂസും ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു നീഡ്സും ആ ഒരു പ്രൊഡക്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് യൂട്ടിലിറ്റി ഇല്ല എന്നർത്ഥം. ഓക്കെ, ദെൻ വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 1 ഐസ്ക്രീം കഴിച്ചു. ഓക്കെ, അപ്പം എനിക്കത് വളരെ ഇഷ്ടമായി. വീണ്ടും ഞാൻ ഒരു ഐസ്ക്രീം കൂടി കഴിക്കുകയാണ്. അപ്പം ഞാൻ രണ്ടാമത്തെ അഡീഷണലായിട്ട് ഞാൻ രണ്ടാമത്തെ ഒരു യൂണിറ്റും കൂടെ ഞാൻ കൺസ്യൂം ചെയ്യാണ്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് എത്രമാത്രം യൂട്ടിലിറ്റി അല്ലെങ്കിൽ ബെനിഫിറ്റ് എനിക്ക് കിട്ടി, അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അഡീഷണൽ യൂണിറ്റ് ഞാൻ കൺസ്യൂം ചെയ്യുമ്പോൾ ആ അഡീഷണൽ യൂണിറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ആ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ടോട്ടൽ യൂട്ടിലിറ്റി? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ക്വാണ്ടിറ്റി ഞാൻ കൺസ്യൂം ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ ഒരു 5 ഐസ്ക്രീംസ് കഴിച്ചാൽ ആ ടോട്ടൽ 5 ഐസ്ക്രീംസിൽ നിന്ന് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റിനെയാണ്, അല്ലെങ്കിൽ ആ ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എത്രയാണോ അതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് കൺസ്യൂമർ ബിഹേവിയർ? എന്താണ് കൺസ്യൂമർ ബിഹേവിയർ? കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ഷോപ്പിൽ വന്നിട്ട് എങ്ങനെയാണോ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, ആ പർച്ചേസ് ചെയ്യാനായിട്ട് അയാൾ എടുക്കുന്ന ഡിസിഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് അയാൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് സർവീസസ് ഉണ്ടായിരിക്കും മാർക്കറ്റിൽ, അല്ലേ? അപ്പോൾ അയാൾ എങ്ങനെയാണ് അയാളുടെ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത്, അതിനെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരാൾ വന്നിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ ആ കസ്റ്റമേഴ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യണം. എങ്ങനെ അവർ ചൂസ് ചെയ്യുന്നു, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അത് എന്ത് യൂസിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചിലപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഞാനൊരു പെർട്ടിക്കുലർ യൂസിനായിരിക്കും ഞാനത് പർച്ചേസ് ചെയ്യുന്നത്. വേറൊരാൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ യൂസ് ഉണ്ടായിരിക്കും ആ പ്രൊഡക്റ്റായിട്ട്, അല്ലേ? അപ്പോൾ അയാൾ എന്തിനാണ് സെലക്ട് ചെയ്യുന്നത്, അയാൾ എന്തിൻ്റെ ബേസിലാണ് ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത്, എന്തിൻ്റെ ബേസിലാണ് അയാൾ പർച്ചേസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, അവരുടെ ഐഡിയാസ്, അവരുടെ എക്സ്പീരിയൻസസ്, ഇതിനെയെല്ലാം സ്റ്റഡി ചെയ്യുന്നതിനെയാണ് കസ്റ്റമർ ഓർ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡിഫറെൻറ്റ് തിയറീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഓക്കെ, കൺസ്യൂമർ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2 തിയറീസാണ് കാർഡിനൽ യൂട്ടിലിറ്റി ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മെഷർ ചെയ്യാറുണ്ട്, അല്ലേ? വെയിറ്റ് 50 ആണ്, 60 ആണ്, 65 ആണ്, 70 ആണെന്നൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, അല്ലേ? 1, 2, 3 എന്ന നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ കാർഡിനൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1, 2, 3 യൂസ് ചെയ്തുകൊണ്ട്, നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ യൂട്ടിലിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെയാണ് ഇവിടെ യൂട്ടിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, യൂട്ടിലിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് യൂട്ടിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ ആ തിയറിയുടെ അസംഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് നമുക്ക് എന്ത് ചെയ്യാം? യൂട്ടിലിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഷണൽ. റേഷണൽ എന്ന് വെച്ചാൽ വളരെയധികം ചിന്തിച്ചിട്ടായിരിക്കും എവരി കൺസ്യൂമർ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ,
എത്ര യൂട്ടിലിറ്റി ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് എവ്രി കൺസ്യൂമർ ഇൻറ്റൻസ് ടു മാക്സിമൈസ് ഹിസ് ഓർ ഹർ സാറ്റിസ്ഫാക്ഷൻ. അല്ലേ, നമ്മൾ ഒരു നമ്മുടെ മണി അല്ലെങ്കിൽ നമ്മുടെ ഇൻകം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത്? വി ഹാവ് ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അല്ലേ, അപ്പോൾ ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ഫോർത്ത് അസംപ്ഷൻ ഈസ് ദ കൺസ്യൂമർ ഈസ് സ്പെൻഡിങ് ഹിസ് ലിമിറ്റഡ് ഇൻകം. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻകം യൂസ് ചെയ്യുന്നത്? ആ ഒരു പ്രൊഡക്റ്റായ അവർ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാനാണ്, അല്ലെങ്കിൽ ആ ഒരു ചൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ടാണ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ ഈസ് മാർജിനൽ യൂട്ടിലിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ഓരോ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഓരോ അഡീഷണൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലേ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 1 ഐസ്ക്രീം കഴിച്ച് ഓക്കെ ഹാപ്പിയാണ്. അല്ലേ, രണ്ടാമത്തെ ഒരു ഐസ്ക്രീം കഴിച്ച് ഓക്കെ ഹാപ്പി. മൂന്നാമത്തെ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ അത്രയും ഫസ്റ്റ് ഞാൻ ഐസ്ക്രീം കഴിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവില്ല കിട്ടുന്നത്. അല്ലേ, 4th and 5th ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ എന്തായിരിക്കും? സെയിം ടൈമിലാണ് നമ്മൾ ഈ ഐസ്ക്രീംസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡീഷണൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? കുറഞ്ഞേ വരും. ഇപ്പോൾ 10ാമത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആദ്യം കഴിച്ച ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും? ഇല്ല, ആ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ് എന്ന് പറയുന്നത്. ഓക്കെ, അഡീഷണൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നമുക്ക് എത്ര മണി കിട്ടിയാലും എത്ര ക്യാഷ് കിട്ടിയാലും നമുക്ക് എന്താവില്ല, അത് നമുക്ക് ഡിമിനിഷ് ചെയ്യുമോ? ഇല്ല, അതൊരിക്കലും ഡിമിനിഷ് ചെയ്യില്ല. അതെന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ദ യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ്. എന്ന് വെച്ചാൽ എന്താ? ഓരോ പ്രൊഡക്റ്റിൻ്റെയും യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, യൂട്ടിലിറ്റി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ എന്ന് വെച്ചാൽ ഓരോ കമ്മോഡിറ്റീസിൻ്റെയും കിട്ടുന്ന പ്രൊഡക്റ്റ്, ഓരോ കമ്മോഡിറ്റിയും കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ആ കമ്മോഡിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഓരോ കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആ കമ്മോഡിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ 8th അസംപ്ഷൻ ഈസ് എല്ലാ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റാണ്. അല്ലേ, എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മീ. അല്ലേ, നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സെയിം പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ 2 പേരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷനും നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും തമ്മിൽ എന്തായിരിക്കും? ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു, അസംഷനിൽ പറഞ്ഞു യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞു. അല്ലേ, പക്ഷേ അതെന്തല്ല, ഒരു കറക്റ്റല്ല. കാരണം നമുക്കിപ്പോൾ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അല്ലേ, അപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് അസംപ്ഷൻ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഓഫ് മണി, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ക്യാഷ് കിട്ടിയാലും നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ. അല്ലേ, പക്ഷേ നമുക്ക് ഒരുപാട് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടും നമ്മളെ ക്യാഷ് നമ്മുടെ കയ്യിൽ വരുന്നതിനോട് ആദ്യത്തെ അത്രയും ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കില്ല. അതെന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ 4th വൺ ഈസ്
മണി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് മെഷർമെൻറ്റ് ഓഫ് യൂട്ടിലിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് കീപ്സ് ഓൺ ചേഞ്ചിങ് അല്ലേ. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് അന്നൊക്കെ 50 രൂപ അല്ലെങ്കിൽ 100 രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ആയിരുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ്, സെയിം 100 രൂപ തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ എന്തായി കുറഞ്ഞു അല്ലേ. നമുക്കതായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് തിങ്സ് വളരെയധികം കുറവാണ് അല്ലേ. അപ്പോൾ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് കീപ്സ് ഓൺ ചേഞ്ചിങ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എവറി കൺസ്യൂമർ ഇസ് റാഷണൽ എന്ന് നമ്മൾ അസംഷനിൽ പറഞ്ഞു അല്ലേ. ആ റാഷണൽ എന്ന് പറയുന്നത് എന്താ, കറക്റ്റ് അല്ല. കാരണം നിനക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി എന്നതിന് ബേസ് ചെയ്തിട്ടല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ യൂട്ടിലിറ്റിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. സംടൈംസ് നമ്മളൊരു ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങും, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുമ്പോഴാവും നമ്മളത് അറിയുന്നത് ആ പ്രൊഡക്റ്റ് അത്രയും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമ്മൾ അറിയുന്നത് അല്ലേ. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 6th കാർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഇൻകം ഇഫക്റ്റിനെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, പ്രൈസ് ഇഫക്റ്റിനെ കുറിച്ചിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, സ്റ്റഡി ചെയ്യുന്നില്ല. എന്താണ് അപ്രോച്ച് ആകെ നോക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ്. ദെൻ 7th വൺ ഈസ് ഇൻഫീരിയർ ഗുഡ്സ് അല്ലെങ്കിൽ ഗിഫൻ ഗുഡ്സിനെ ഒന്നും തന്നെ അത് ക്ലാരിഫൈ ചെയ്യുന്നില്ല. എന്താ ഇൻഫീരിയർ ഗുഡ്സ്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഗുഡ്സ് നമ്മുടെ ഇൻകം കൂടും തോറും നമ്മൾ എന്ത് ചെയ്യില്ല, ആ ചില പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റിലോട്ട് നമ്മൾ പോവില്ല. നമ്മൾ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുക, ലോ ക്വാളിറ്റി പ്രോഡക്ട്സിലോട്ടാണ് പോവുക. കാരണം നമ്മുടെ ഇൻകം കുറവാണ്. അതിനെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്, ലോ ക്വാളിറ്റി പ്രോഡക്ട്സ്. ഇനി എന്താണ് ഗിഫൻ ഗുഡ്സ്? ഗിഫൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് എത്ര കൂടിയാലും നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനാണ് ഗിഫൻ ഗുഡ്സ്. ഇപ്പോൾ പറയാം, ഇപ്പോൾ ഒരു ആപ്പിൾ, ഐഫോണൊക്കെ നോക്കുക. ഐഫോണും സാധാരണ സാംസങ് ഫോണൊക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഐഫോണിന് എത്ര വില കൂടുതലാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സ് അത് പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് ഗിഫൻ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും തന്നെ കാർഡിനൽ അപ്രോച്ചിൽ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, the next is it is based on a number of unrealistic assumptions. റിയൽ ലൈഫിൽ മാച്ച് ചെയ്യാത്ത ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് ഇതിനുള്ളത് കാർഡിനൽ തിയറിക്ക്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അസംഷൻസ് ആണ് കാർഡിനൽ തിയറിക്കുള്ള അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, മേക്ക് നോട്ട് ഓഫ് ദാറ്റ് ഡൗട്ട്സ്. വി ക്യാൻ ക്ലിയർ ദാറ്റ് ഇൻ ദ ലൈവ് സെഷൻസ്. ഓക്കെ, താങ്ക് യു.